ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളാണ്. അതിൽ 16-ാമത്തെ വാക്യം മാത്രം വായിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ ദിനങ്ങളിൽ മറ്റൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BC 623 യെരുശലേമിൽ തൻ്റെ ദൗത്യം നിറവേറ്റിയ വ്യക്തിയാണ് യിരെമ്യാവ്. തൻ്റെ ദൗത്യ നിർവഹണത്തിനിടയിൽ ഒരുപാട് മനക്ലേശങ്ങളും ശാരീരികമായ പീഡകളുമൊക്കെ ഏറ്റു. എങ്കിലും സംഭവിപ്പാനുള്ളതെല്ലാം കൃത്യമായി വെളിപ്പെടുത്തി. വിഗ്രഹാരാധനയും സാമൂഹികമായ അനീതികളും ദൈവം ദർശിച്ചിരിക്കുന്നു എന്നും രാജാവും പ്രജകളും പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരേപോലെ നിയമം തെറ്റിച്ച് ഇരിക്കുന്നതിനാൽ യെരുശലേം ദേവാലയം നശിച്ചു പോകുമെന്നും പ്രവചിച്ചതെല്ലാം നേരിൽ കാണാനുള്ള ദൗർഭാഗ്യം ലഭിച്ച പ്രവാചകനാണ് യിരെമ്യാവ്. പിന്നീട് അതുപോലൊരു പ്രവചനം നടത്തിയത് യേശു കർത്താവാണ്. അത് റോമ ഗവൺമെൻറ് ഭരിച്ചിരുന്ന അവസരത്തിലാണ്. മനുഷ്യരുടെ ദുഷ്ടത ഓരോ നാളും വർദ്ധിച്ചു വരുന്നു. അവരൊന്നിലും തൃപ്തി വരാതെ പരക്കം പായുന്നു. ജനങ്ങൾ ദൗത്യം മറന്നു പോകുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമുക്കിത് വായിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ ദുഷ്പ്രവർത്തികൾക്കും കണക്ക് ബോധിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവശബ്ദം ശ്രവിക്കാൻ നമുക്ക് കാതോർക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രവാചകൻ പറയുന്നു, പഴയ വഴികളെ തേടുക. പ്രവാചകൻ നമ്മോട് പഴയ വഴി അന്വേഷിച്ച് യാത്ര ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന വേദഭാഗമാണ് വായിച്ചത്. എന്നാൽ ഏത് വഴിയാണ് നല്ലതെന്ന് നമുക്കറിയില്ല. ചതിക്കുഴികൾ ധാരാളമുണ്ട്. 2500 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനം ആ വഴിയാണ് അന്നത്തെ പഴയ വഴി. ഈ വഴി ഒരു സാമാന്യ മനുഷ്യൻ എങ്ങനെയാണ് കണ്ടെത്തുക? അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഓർത്തിരിക്കുന്നത് തന്നെ പ്രയാസമാണ്. സംശയ നിവൃത്തിക്കായി നമ്മൾ സമീപിക്കുന്ന മനുഷ്യർ സത്യമല്ല വെളിപ്പെടുത്തുന്നതെങ്കിൽ കാര്യം കൂടുതൽ ഗുരുതരമാകും. സമൂഹത്തിൽ ഒരു മാന്യനെ കണ്ടെത്തി ഇതിന് പരിഹാര നിവൃത്തി തേടിയാൽ അയാളെ എങ്ങനെയാണ് വിശ്വസിക്കുക? അന്ത്യകാലങ്ങളിൽ റബിമാരാണ് നിയമങ്ങളൊക്കെ മനഃപ്പാടമാക്കിയിരുന്നത്. അവരെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നു, ശാസ്ത്രിമാരുടെ തൂലിക ന്യായപ്രമാണത്തെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ 8-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് വ്യാജ നിയമങ്ങളും ജനങ്ങളുമുണ്ട്. നിയമങ്ങളിൽ മറിമായം ചേർന്നപ്പോൾ ജനജീവിതം ദുസ്സഹമായി. ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ സംശയമുണ്ടായി. അവൻ്റെ ഇരിപ്പിലും നടപ്പിലും ആ ചിന്ത അവനെ വേദനിപ്പിച്ചു. മീഖാ പ്രവാചകൻ ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുൻപാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിളാങ്ങളോടും കൂടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിലാണ് നമ്മളിത് വായിക്കുന്നത്. ഭക്തന്മാരുടെ ആശങ്കയും അതിലൂടെ ഉടലെടുത്ത ഭയവും ദുഃഖവുമാണ് ഇവിടെ കാണുന്നത്.
വാക്കുകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു. കർത്താവ് സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന നിയമങ്ങൾ മാത്രം പഠിപ്പിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, ഏവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ലഘുവായ ചുമട് നൽകാം, അങ്ങനെ നിങ്ങളുടെ ഹൃദയം ആശ്വാസം കണ്ടെത്തും എന്ന് കർത്താവ് പറഞ്ഞു. യേശു ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാതെ നൽകുന്നത് ലഘു നിയമങ്ങളും ഭാരം കുറഞ്ഞ ചുമടുമാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അങ്ങനെ ഭക്തന്റെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുന്നതോടൊപ്പം വഴിയും പ്രാപ്തമാക്കാൻ ഈ നിയമങ്ങൾ കാരണമാകുന്നു. ആ രഹസ്യം പറയുന്നത് പൊതുജനങ്ങളോടല്ല, പിന്നെയോ തൻ്റെ പ്രിയ ശിഷ്യന്മാരോടാണ്. അതും വിശുദ്ധ തോമസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. വഴി ഞാൻ കാട്ടിത്തരാമെന്നല്ല, വഴി ഞാൻ തന്നെയാണ് എന്നാണ് യേശു പറയുന്നത്. ഞാനാകുന്നവൻ, അത് ദൈവത്തിൻ്റെ പേരാണ്. എയ്ഗോ എയ്മി എന്നാണ് ഗ്രീക്കിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ സഹനവും കുരിശുമരണവും ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായി നമുക്ക് ജീവിക്കാം. സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്നിടത്ത് നിയമത്തിൻ്റെ കഠിനതയൊക്കെ കുറഞ്ഞു പോകും. നിയമം ഒരുപാട് കർക്കശമായി നമ്മൾ നോക്കുന്ന ഇടങ്ങളിൽ സ്നേഹവും കരുതലും കരുണയും നഷ്ടപ്പെട്ടു പോകാം. പോളിയോ ബാധിച്ച ഇളയ സഹോദരനെ വധിച്ച് സ്കൂളിലേക്ക് യാത്ര ചെയ്ത ബാലനോട് ഒരാൾ ചോദിച്ചു, ഇത് നിനക്ക് ഭാരമല്ലേ? അവൻ പറഞ്ഞു, ഭാരമല്ല, ഇതെൻ്റെ അനുജനാണ്. സ്നേഹത്തിൽ ചെയ്യുന്നതൊന്നും ഭാരമല്ല. കർത്താവ് നമുക്ക് വേണ്ടി ബലിയായത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ കൽപ്പന. ഈ നോമ്പിൻ്റെ നാളുകളിൽ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്ന ന്യായപ്രമാണത്തിനെതിരെ കർക്കശമായ നിലപാടെടുത്ത കർത്താവിൻ്റെ നിലപാടുകളെ നമുക്ക് ഓർക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായി വിശ്രമത്തിനായും സ്തോത്രം. പുതിയ പകലിലേക്ക് പ്രവേശിപ്പാൻ കരുണ ചെയ്തല്ലോ. ഇന്നത്തെ പകൽക്കാലം സ്നേഹത്തിൽ ഉറച്ച് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിയമങ്ങളെക്കാളും ചട്ടങ്ങളെക്കാളും ഉപരിയായി സ്നേഹവും കരുണയും കരുതലും മനസ്സലിവും പാലിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങളെ ഇടയാക്കുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയുടെ പുതിയ അനുഭവങ്ങളെ നൽകി കർത്താവ് എല്ലാവർക്കും സാന്നിധ്യം പകരണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനവും കരുണയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.